പ്രയാണം. നോമ്പുകാല ചിന്തകൾ. 38-ാം ദിനം. ക്രിസ്ത്യാനിയുടെ അസ്തിത്വം, ക്രൂശിതൻ്റെ സമ്മാനം. ഈശോയെ കുരിശു വഹിക്കുവാൻ സഹായിച്ച ശിമയോനാണ് പ്രയാണത്തിൽ ഇന്നത്തെ നമ്മുടെ വഴികാട്ടി. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ കിറേനക്കാരൻ ശിമയോനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ അവനെ പിടിച്ച് ഈശോയോടൊപ്പം കുരിശു ചുമക്കുവാൻ നിർബന്ധിച്ചു. സഹനത്തിൻ്റെ ആ കാഴ്ച മനുഷ്യൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നു. ഓ, എന്തൊരു പദവി! സന്തോഷമുള്ള ആത്മാവെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, അവൻ തനിക്കേൽപ്പിച്ച ഭാഗം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. സമാന്തര സുവിശേഷങ്ങൾ 3-ലും ഈശോയെ കുരിശു വഹിക്കാൻ സഹായിച്ചത് ശിമയോനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യം: അവർ പോകുന്ന വഴി ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ കുരിശു ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യം: അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. ഈ തിരുവചന ഭാഗങ്ങൾ കിറേനക്കാരൻ ശിമയോനെക്കുറിച്ചും ഈശോയുമായി നാം ഏതു രീതിയിൽ ബന്ധം സ്ഥാപിക്കണമെന്നതിനെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഒന്നാമതായി, ഈശോയുടെ കുരിശു ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ശിമയോൻ. ദൈവപുത്രൻ്റെ കുരിശു ചുമക്കുവാൻ ഒരു മനുഷ്യന് അവസരം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ചെറുതാകലിൻ്റെ മറ്റൊരു മുഖമാണിത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയ ദൈവത്തെ സഹായിക്കുവാൻ ദൈവം ശിമയോന് അവസരം നൽകുന്നു. സൃഷ്ടിയുടെ സഹായം സ്വീകരിക്കുവാൻ യാതൊരു വൈമനസ്യവും ദൈവപുത്രൻ കാണിക്കുന്നില്ല. രണ്ടാമതായി, കുരിശു വഹിക്കുന്ന വ്യക്തിക്ക് ഒരു പേരുണ്ട് എന്ന വസ്തുതയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ശിമയോനെക്കുറിച്ച് ഏറ്റവും വലിയ വിവരണമുള്ളത്. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. ഈശോയെ സഹായിച്ച ആരെങ്കിലും മർക്കോസ് പേരെടുത്ത് പരാമർശിക്കുന്നെങ്കിൽ ആ സംഭവത്തിൻ്റെയും വ്യക്തിയുടെയും ആധികാരികതയാണ് സൂചിപ്പിക്കുന്നത്. ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ റോമാലേഖനം 16-ാം അധ്യായം 13-ൽ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ, അവൾ എൻ്റെയും അമ്മയാണ് പരാമർശിക്കുന്ന റൂഫസിൻ്റെ പിതാവ് ശിമയോൻ ആണെന്നാണ്. പുതിയ നിയമ രചയിതാക്കൾ ആർക്കെങ്കിലും ഒരു നാമം നൽകുമ്പോൾ അത് പ്രസ്തുത സംഭവത്തിലെ അവരുടെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നു. ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തിയിലൂടെ ലോകം ഉള്ളിടത്തോളം കാലം ശിമയോൻ്റെ പേര് അനുസ്മരിക്കപ്പെടുന്നു. ദൈവം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് എന്താണെന്ന് ഈ സംഭവത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. കഷ്ടത അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന ചെറിയ പ്രവൃത്തികൾ, അതാണ് ദൈവത്തിരുമുമ്പിൽ നമ്മുടെ നാമം അനശ്വരമാക്കുന്നത്. മൂന്നാമതായി, ശിമയോൻ കുരിശുമെടുത്ത് ഈശോയുടെ പിറകെ നടന്നു എന്നതാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ, കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിച്ച ശിമയോൻ ആദ്യത്തെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി. തൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് ഈശോ തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു: ആരെങ്കിലും എന്നെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തു ശിഷ്യൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ അസ്തിത്വം എന്നത് കുരിശിലൂടെയും ക്രൂശിതനിലൂടെയും രൂപപ്പെടുന്ന അസ്തിത്വമാണ്. കുരിശുമായി ഈശോയുടെ പുറകെ നടക്കുന്ന കിറേനക്കാരൻ ശിമയോൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മാതൃകയാണ്. നോമ്പിലെ വിശുദ്ധ നാളുകളിൽ മലയാളി ക്രൈസ്തവരായ നാം പലവരും കേട്ടിട്ടുള്ള യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൻ്റെ തീരുമാനം ചെയ്തതു മേലിൽ പിന്നേക്കിലേക്ക് അല്പം എന്ന ഈരടികൾ ജീവിതവ്രതമാക്കി മാറ്റണം.